പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് വെളിപ്പെട്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഷിം മൂസ ഒരു മുൻ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും ഈ ലിങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടമാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ പാരാ കമാൻഡോ വിങ്ങിലെ ഒരു കമാൻഡോ ആയിരുന്നു ഹാഷിം മൂസ. ഹാഷിം മൂസ പിന്നീട് സൈന്യത്തിൽ നിന്ന് വിട്ടുപോരുകയും ലഷ്കർ ഇ തോയ്ബയുടെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു കമാൻഡോ ആയി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നിരവധി സ്ഫോടനങ്ങൾ കാശ്മീർ വാലിയിൽ നിരന്തരം സ്ഫോടനം നടത്തുന്നതിനും കാശ്മീർ വാലിയിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നതിനും ലഷ്കർ ഇ തോയ്ബ ഹാഷിം മൂസയെ നിയോഗിച്ചിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മാത്രമല്ല, അതിനു മുൻപ് കാശ്മീർ താഴ്വരയിൽ നടന്ന 2-ലധികം ആക്രമണങ്ങളിൽ ഹാഷിം മൂസ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിൽ നിരവധി വർഷങ്ങൾ പ്രവർത്തിക്കുകയും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലും ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിലുമൊക്കെ വളരെ സജീവമായി ഇടപെടുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഹാഷിം മൂസ എന്ന് ഇന്ത്യയുടെ സൈന്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഹാഷിം മൂസ 3 ആക്രമണങ്ങളുടെയും പ്രധാനപ്പെട്ട ചുക്കാൻ വഹിച്ചിരുന്ന വ്യക്തിയാണ്. കാശ്മീരിൽ ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട കമാൻഡറായിരിക്കെ ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തുന്നതിനും ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ വലിയ അശാന്തി സൃഷ്ടിക്കുന്നതിനുമുള്ള ചുമതലയാണ് ലഷ്കർ ഇ തോയ്ബ ഹാഷിം മൂസയെ ഏൽപ്പിച്ചിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഹാഷിം മൂസയാണ് എന്ന് സൈന്യം ചോദ്യം ചെയ്യുന്ന നിരവധി പ്രദേശവാസികളിൽ നിന്നും അതുപോലെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു എന്ന് സൈന്യം കരുതുന്ന നിരവധി പേരിൽ നിന്നുള്ള വിവരങ്ങൾ ഹാഷിം മൂസയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രദേശവാസികൾ പ്രത്യേകിച്ച് കാശ്മീരി പൗരന്മാരുടെ സഹായം ഈ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും സൈന്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രദേശവാസികളായിട്ടുള്ള 100-ലധികം പേരെ സൈന്യം ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പ്രദേശവാസികളുടെ സഹായം ലഭിച്ചിരുന്നു എന്നത് മാത്രമല്ല, ഭീകരന്മാരെ ഒളിച്ചിരിക്കാൻ സഹായിച്ചത് പ്രദേശവാസികളായിരുന്നു. ഈ ആക്രമണം നടന്ന ശേഷം ഈ ഭീകരന്മാർക്ക് രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കിയതും പ്രദേശവാസികളാണ് എന്ന് സൈന്യം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കാശ്മീർ താഴ്വരയിൽ ഒന്നാകെ ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. അതേസമയം പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ രാജ്യം വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുടുംബത്തെ വിദേശത്തേക്ക് അസീം മുനീർ അയച്ചിരുന്നു. ഇതിന് പിന്നാലെ അസീം മുനീറിനെ കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. സൈനിക മേധാവി രാജ്യം വിട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ആക്രമണത്തിൽ ഭയന്നോ ഇന്ത്യയുടെ ചാരന്മാരുടെ ആക്രമണം ഭയന്നോ ആണ് അസീം മുനീർ രാജ്യം വിട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാൻ സൈനിക മേധാവി ഇന്ത്യൻ ആക്രമണത്തിൽ ഭയന്നുകൊണ്ട് രാജ്യം വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒളിവിൽ പോയിരിക്കുന്നു. വളരെ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ സൈന്യം എത്തിപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ആഭ്യന്തര കലഹം അതിരൂക്ഷമാണ്. നേരത്തെ 5000-ലധികം സൈനികർ സൈന്യം വിട്ടിരുന്നു. അതിൽ നിരവധി പേർ ബലൂജ് ലിബറേഷൻ ആർമിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. കൂടാതെ നിരവധി പേർ രാജ്യത്തെ സൈനിക സേവനം മതിയാക്കി മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറി എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. നിരവധി സൈനികർ ഇപ്പോഴും അസംതൃപ്തരാണ്. ചിലർ സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തുന്നു, സൈനിക ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള അതിർത്തിയാണ് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് സൈനിക മേധാവി തന്നെ രാജ്യം വിട്ടോടി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഭരണകൂടം ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും പാകിസ്ഥാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഭയപ്പാട് പാകിസ്ഥാൻ സൈന്യത്തിനുണ്ട്. അതേസമയം ഇന്ത്യയുടെ ആക്രമണം ഭയന്നാണ് സൈനിക മേധാവി രാജ്യം വിട്ടോടിയതെന്നുള്ള വാർത്തകൾ പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വളരെ പ്രകോപനപരമായ ചില പ്രതികരണങ്ങൾ അസീം മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഭീകരാക്രമണത്തെ ന്യായീകരിച്ചും പിന്തുണച്ചും കൊണ്ടുള്ള പ്രസ്താവനയാണ് അസീം മുനീർ നടത്തിയത്. ആ ഘട്ടത്തിൽ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിനുള്ള പങ്ക് സംശയിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാന്റെ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ തന്നെയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് ഒന്നുകൂടി പുറത്തു വന്നിരിക്കുകയാണ്.